ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോ ട്യൂട്ടോറിയൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ എബൌട്ടും അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെ എക്സ്ട്രാ ഫീച്ചേഴ്സിൽ ജസ്റ്റ് ആ ബട്ടൺ ആഡ് ചെയ്യുക. അപ്പം ഇവിടെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ബാക്ക് വന്നിട്ട് നമുക്ക് ഫയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് MD-VIP എടുക്കുക. MD-VIP നമ്മൾ ഫയൽ ചെയ്യാനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കുന്ന ഫയൽ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഓപ്പൺ ആക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കും. ചെറിയ ഫയലാണ്, അപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ പാക്കേജ് നെയിം ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് റിപ്ലേസ് ചെയ്യുക. അപ്പം ഞാൻ ഇപ്പം വാട്സപ്പ് ഇവിടെ GB വെച്ച് എൻ്റെ വാട്സപ്പ് ബേസ് GB ആണ്. അപ്പോൾ GB വെച്ച് റിപ്ലേസ് ചെയ്ത് ഒന്ന് സേവ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ബാക്ക് വന്ന് നമുക്ക് എന്താണ് MD മാനേജർ എടുക്കുക. നമുക്ക് നോർമലി ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന പോലെ നോർമലി നമ്മൾ എക്സ്ട്രാക്ട് APK കൊടുക്കുക. അപ്പം എക്സ്ട്രാക്ട് APK കൊടുത്തിട്ട് ജസ്റ്റ് എന്താണ് ലൊക്കേറ്റ് കൊടുത്തിട്ട് വ്യൂ കൊടുത്ത് അവിടെ എന്താണ് ക്ലാസസിൽ ടാപ്പ് ചെയ്യുമ്പം സെലക്ട് ഓൾ കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കോൺവെർസേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ എന്താണ് ക്ലാസ് നെയിമിൽ തന്നെ ഇട്ട് ഓൾ ടിക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പം നമുക്ക് റിസൾട്ട് വരുന്നേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് com.gbwhatsapp.io എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നാവിഗേഷൻ ബാറിൽ പോയിട്ട് ജസ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ജസ്റ്റ് അവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മുടെ കോഡുകളിലേക്ക് വരിക. കോഡുകളിലേക്ക് വന്നിട്ട് ഞാനിവിടെ ഒരു മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്യുക. വീണ്ടും ഒന്ന് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മുടെ കോഡുകളിലേക്ക് വന്നിട്ട് ആദ്യമേ നമ്മൾ എന്താണ് കോപ്പി ചെയ്തതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു മെത്തേഡ് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മെത്തേഡ് ഒരു കോപ്പി ചെയ്യുക. അത് തന്നെ വീണ്ടും കൊണ്ടുവന്ന് ഒന്നും കൂടി ജസ്റ്റ് അടുത്തത് പേസ്റ്റ് ചെയ്യുക. ആദ്യമേ ഹാക്കലാട്ടൊക്കെ നെയിം ആയിരിക്കും, പിന്നെ ഹാക്കലാട്ട എബൌട്ട്. അപ്പോൾ രണ്ടും കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് ജസ്റ്റ് കമ്പൈൽ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് വരിക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വീണ്ടും സെർച്ച് ഓപ്ഷൻ എടുത്തിട്ട് 5HX ഒന്ന് സെർച്ച് ചെയ്യുക. അത് ക്ലാസ് നെയിമിൽ തന്നെ ഇട്ട് സെർച്ച് ചെയ്തത്. അപ്പോൾ ഒരു റിസൾട്ട് വരുന്നുണ്ട്. അതൊന്ന് എടുത്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണ് ഇവിടെ ഞാൻ അടിയിൽ ഒരു const 16B11 എന്ന് പറഞ്ഞൊരു കോഡ് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അവിടെ ഒന്ന് സെർച്ച് ഓപ്ഷനിൽ വന്നിട്ട് ആ കോഡ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്തത് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തൊന്ന് സെർച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം അതിൻ്റെ തൊട്ട് അടിയിൽ 2 സ്പേസ് ഇടുക. എന്നിട്ട് ഇപ്പം സെർച്ച് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു ഇൻബോക്സ് സ്റ്റാറ്റിക്ക് നമ്മൾ കോഡ് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് B11 വരെ ഒന്ന് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് സേവ് ചെയ്യുക. അതൊന്ന് സേവ് ചെയ്തിട്ട് വീണ്ടും നമ്മളെ കോഡുകളിലേക്ക് വരുമ്പം അതിൻ്റെ തൊട്ടടിയിലായിട്ട് ഞാൻ const 16B9 കൊടുത്തിട്ടുണ്ട്. അപ്പം B9 0x8B കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കോപ്പി ചെയ്തെടുക്കുക. അത് കോപ്പി ചെയ്തിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം സെർച്ച് ചെയ്യുക, റിപ്ലേസ് ചെയ്തത് ജസ്റ്റ് ഒന്ന് സെലക്ട് കൊടുത്ത് പേസ്റ്റ് ചെയ്ത് റിപ്ലേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് വീണ്ടും അവിടെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലും ജസ്റ്റ് 2 സ്പേസ് എടുത്ത് നമ്മൾ തൊട്ടടിയിൽ ഇൻബോക്സ് സ്റ്റാറ്റിക്ക് വേറെ ഒരെണ്ണം B9 വരെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അത് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ടും സേവ് ചെയ്തിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ജസ്റ്റ് നമ്മുടെ കമ്പയിൽ കൊടുക്കുക ഗൈസ്. അപ്പം കമ്പയിൽ കൊടുത്ത് സേവ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക് വരിക. ജസ്റ്റ് ബാക്ക് വരികയാണെങ്കിൽ നമുക്കതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഫയൽ സൈൻ ആവുന്നതിന് വെയിറ്റ് ചെയ്യുക. അപ്പം ജസ്റ്റ് ടൈം എടുക്കും. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഡ്രസ്സ് എടുക്കുക, XML എടുക്കുക. നമുക്ക് സ്വിച്ച് ആഡ് ചെയ്യാനാണ്. അപ്പോൾ സ്വിച്ച് നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ എന്താണ് ആൻറ്റിവൈറസ് ഫീച്ചേഴ്സിൽ എക്സ്ട്രാ ഫീച്ചേഴ്സിൻ്റെ അകത്താണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഡീകമ്പൈൽ ചെയ്ത് എവിടെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് ഡീകമ്പൈൽ ചെയ്ത് ഫയൽ പുറത്തെടുക്കുക. അപ്പം ഡീകമ്പൈൽ ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് വീണ്ടും നമുക്ക് നമ്മുടെ കോഡ്സ് വന്നിട്ട് ഞങ്ങളുടെ സെറ്റ് അടിയിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും നമ്മുടെ എബൌട്ടിനും ഇതിന് വേണ്ടി 2 സ്വിച്ചാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം സ്വിച്ച് ജസ്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പം എൻ്റെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് സ്വിച്ച് പ്രിഫറൻസ് എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടത് ചെക്ക് ബോക്സ് പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ ചെക്ക് ബോക്സ് പ്രിഫറൻസ് തൊട്ട് ആൻഡ്രോയിഡ് ലേഔട്ടിൻ്റെ കോഡ് വരെ ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഈ സ്വിച്ച് പ്രിഫറൻസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യുക. 2 സ്ഥലത്തും സ്വിച്ച് പ്രിഫറൻസ് നടക്കുന്നവർക്ക് 2 സ്ഥലത്തും ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പം ആ ഒരു മോഡൽ അവിടെ വരാൻ വേണ്ടിയാണ്. അപ്പം അത് രണ്ടും റീപ്ലേസ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് ബാക്ക് വന്ന് അത് അപ്ഡേറ്റ് കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. ഫയൽ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് നമുക്ക് നോർമലായിട്ട് ബാക്ക് വന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ഇൻസ്റ്റാളിങ് ജസ്റ്റ് ഒരു ടൈം എടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ ജസ്റ്റ് സ്കിപ്പ് ചെയ്യണം. അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം എന്താണ് നമുക്ക് നമ്മുടെ നെയിമിലും അതുപോലെ തന്നെ എബൌട്ട് നമ്മൾ കൊടുക്കുന്നതിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര ക്യാരക്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്കിപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം ജസ്റ്റ് എടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നോക്കുക. വാട്സപ്പ് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സ് ഹാക്കലാടെക്കിൻ്റെ അകത്ത് പ്രൈവസി സെക്യൂരിറ്റി ആൻറ്റിവൈറസിൻ്റെ അകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സിൻ്റെ അകത്ത് ഇവിടെ 2 വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുക്കുക. അതൊന്ന് എടുത്തിട്ട് റീസ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മുടെ സെറ്റിങ്സിൽ വരിക. എന്താണ് നമുക്ക് നമ്മുടെ സെറ്റിങ്സിലേക്ക് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നെയിമിനകത്ത് നമുക്ക് എന്താണ് നേരത്തെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളത് ഇപ്പോൾ 20,000 കാണിക്കുന്നത് ഗൈസ്. അപ്പം എന്തോരം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നെയിം നമുക്ക് എന്തോരം വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട്
ഇത് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. എബൌട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. അപ്പം എന്താണ് ഇഷ്ടംപോലെ നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് ലിമിറ്റ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ പേജ് ടൈപ്പ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം എന്താണ് ഒരു അടിപൊളി വീഡിയോ ഉപയോഗിക്കുക.